ഹലോ ഡിയർ ഫ്രണ്ട്സ്, വൈകുന്നേരം കഴിക്കാൻ പറ്റിയൊരു നല്ല സ്വാദിഷ്ടമായൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കിത് തയ്യാറാക്കാം. ഒരു കപ്പിൽ മൈദപ്പൊടി എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരൽപ്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സിയുടെ ജാറിൽ വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലല്ലാതെയും കലക്കിയെടുക്കാൻ കഴിയും. കട്ടകളൊന്നുമില്ലാതെ കലങ്ങാൻ വേണ്ടിയാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തത്. പിന്നെ നമുക്ക് ഇതിന് വേണ്ട ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചെറുതായി മുറിച്ച അണ്ടിപ്പരിപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുന്തിരി കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് വറുക്കാം. ഇതിന് ശേഷം ഞാനൊരു മുറി തേങ്ങ ചിരവിയത് കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെ ഒരു 4-5 സ്പൂണ് ചെറിയ സ്പൂണിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ തീ നമുക്ക് ഓഫാക്കി വെക്കാം. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ദോശയുടെ അത്രയും ഇതിലാണ് ഈ കൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരിയതായിട്ട് ഇത് ചുട്ട് എടുക്കാം. വളരെ നേരിയതായി പരത്തിയെടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തത് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഒരു ഭാഗം ആയപ്പോൾ ഒന്ന് ഭാഗം കൂടി തിരിച്ചിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ചൂട് ആറുന്നതിന് മുൻപേ ഈ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് 2 സൈഡും ഒന്ന് മടക്കി കൊടുത്താൽ നമ്മളെ സ്നാക്സ് റെഡിയായി. ഇത് കാസർഗോഡ് ഭാഗത്തൊക്കെയാണ് കൂടുതലായി കണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ചൂടോടുകൂടി കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. മുട്ടയും മൈദപ്പൊടിയും ഉണ്ടെങ്കിൽ വേഗം തന്നെ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫില്ലിങ് വെച്ച് നമുക്ക് മടക്കിയിട്ട് എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ 4 ഇതാണ് ചുട്ടെടുത്തിട്ടുള്ളത്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി കൂടി ഉപയോഗിച്ച് തയ്യാറാക്കാം. പക്ഷേ മൈദപ്പൊടിയിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് ഇതുപോലെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.